പലപ്പോഴും നമ്മളുടെ സങ്കടങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എപ്പോഴും നമ്മളുടെ സങ്കടങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും ബോറടിക്കും ആൾക്കാർക്ക്. എൻ്റെ ദൈവമേ, ഇതേ വരുന്നു പരാതിപ്പെട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെ ആവരുത് എന്ന് എനിക്ക് ഭയങ്കര ചെറുപ്പത്തിലേ എനിക്കുണ്ടായിരുന്നു. അപ്പം അത് അന്നും ഞാൻ ഈ ലൈഫിൽ ഈ ഡിസിഷൻ എടുക്കുമ്പോഴും എനിക്കത് എൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു ധൈര്യമായിരുന്നു. അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് മക്കളെയുമായി ചെല്ലുന്നത്. ചേച്ചി ഇവരിവിടെ നിന്ന് മണിച്ചേച്ചി എന്ന് പറഞ്ഞു, മണിച്ചേച്ചി ഇവരിവിടെ നിൽക്കട്ടെ, ഞാൻ ഡബ്ബിങ്ങിന് പോട്ടെ എന്ന് പറഞ്ഞ് പോവുക. അല്ലാതെ അവിടെ പോയി വീണ്ടും ഇറങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അത് ആലോചിക്കാനുള്ള സമയം എനിക്കില്ല. അത് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞ് വന്നു, പിറ്റേ ദിവസം വേറൊരു പടത്തിന് പോകുന്നു, അതിൻ്റെ അടുത്ത ദിവസം വേറൊരു പടത്തിന് പോകുന്നു. ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ വേഗം 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 വീടെടുക്കുന്നു, ഒരു വാടകയ്ക്കൊരു വീടെടുക്കുന്നു, പെട്ടെന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വേണം. ഇവിടെയൊന്നും നമുക്ക് ഇത് ചിന്തിക്കാനോ ഡിപ്രഷനിലേക്ക് പോകാനോ ഉള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. ആക്ച്വലി വലിയൊരു എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഡിപ്രസ്ഡ് ആണ്. അതാവാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല.